നമസ്തേ എവരി വൺ. ഇന്ന് ഞാൻ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്, ഏതെല്ലാം വിധത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് ലൈൻ സെൻറ്റേഴ്സിലൊക്കെ കൗൺസിലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ വിധത്തിലുള്ള കൗൺസിലിംഗ് ആണ് എന്നൊന്ന് പറയാം. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഒരു മറ്റൊരാളോടും കൂടി അവരുടെ പെർസ്പെക്റ്റീവിൽ കണ്ട് നമ്മൾ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു അഡ്വൈസർ, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പം കൗൺസിലിങ്ങിനൊരു സിസ്റ്റമുണ്ട്, ഒരു മെത്തേഡുണ്ട്, ഒരു പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ അതിലിരുന്ന് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാൾ നമ്മളെ തന്നെ തീരുമാനമെടുക്കാൻ മറ്റൊരു പെർസ്പെക്റ്റീവിലിരുന്ന് നമുക്കൊരു സാധ്യത തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് പ്രധാനമായിട്ടും പറഞ്ഞ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള, അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത്, കരിയർ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്തും ചിലപ്പം ഒരു സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം ഇരുത്തിക്കൊണ്ടാണെങ്കിലും ചിലപ്പം, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എല്ലാവരും ഇരുത്തിക്കൊണ്ടൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു കൂട്ടുകാരെ ഒന്നിച്ചിരുത്തി, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അഡിക്ഷൻ റിക്കവറി, അല്ലെങ്കിൽ ഒരു ഗ്രീഫ്, മരണാനന്തരത്തിനൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നിച്ചിരുത്തി ചിലപ്പോൾ സംസാരിക്കേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു കൗൺസിലിംഗ് ആണ് കപ്പിൾ കൗൺസിലിംഗ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് കുറച്ചുകൂടെ മെച്ചമാക്കാനായിട്ട്, അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കിട്ടും, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടും. ചിലപ്പം ഇൻഫിഡിലിറ്റി പ്രോബ്ലം അവർ പറയും, പല ചാലഞ്ചസ് അവരിങ്ങനെ പറയുന്നുണ്ടാവും. ഇനി ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിനകത്ത് പ്രധാനമായിട്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകാനായിട്ടും, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എല്ലാവർക്കും ബെനിഫിഷ്യലായിട്ട് വരാവുന്ന ഇതാണ്. പേരൻറ്റിങ്ങിനകത്ത് വരാവുന്ന ചലഞ്ച്, ഇല്ലെങ്കിൽ ഫാമിലി ഒരു ട്രാൻസിഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഇതൊക്കെ അതിനകത്ത് വരും. മറ്റൊന്നാണ് ചൈൽഡ് ആൻഡ് അഡോൾസൻ്റ് കൗൺസിലിംഗ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പലപ്പോഴും വളരെ യുണീക്കായിട്ടുള്ള നീഡാണ് ചിൽഡ്രനും ടീനേജേഴ്സിനും ഒക്കെ വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ അവരോട് ആരെങ്കിലും ബുള്ളി ചെയ്യുന്നുണ്ടായിരിക്കും, അബ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടാവും, ഫാമിലിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് കരിയർ കൗൺസിലിങ്ങിനകത്ത് അയാൾക്ക് എന്തെല്ലാം ചോയ്സ് ഉണ്ടെന്നുള്ളത് അയാളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് പറ്റിയ ഗൈഡൻസ്, ട്രാൻസിഷന്, കരിയർ പാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാളുമായിട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലത് വരുന്നത് സബ്സ്റ്റാൻസ് അബ്യൂസ് കൗൺസിലിംഗ് വരും. ചിലപ്പോൾ ഓവർ മദ്യപാനമായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് വരാം. ഇനി ഇപ്പോൾ ആൽക്കഹോൾ, എല്ലാത്തിനകത്തും അത് വരും. അതിന് നമ്മൾ റിക്കവർ ചെയ്യേണ്ട സ്ട്രാറ്റജിയും, റിലാപ്സ് വരാതിരിക്കാൻ എങ്ങനെ നമുക്ക് ചെയ്യണം, ഇതൊക്കെയാണ്. അപ്പോൾ വീണ്ടും പഴയതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊരു എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്. ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പം എല്ലാവർക്കും, ഏത് മനുഷ്യനെ എടുത്താലും നമുക്കൊരു ചെറിയ അല്പമൊക്കെ ഒരു ചെറിയ ഡിസോർഡറൊക്കെ എല്ലാവർക്കും കാണും. അപ്പം അതിനകത്ത് അത് ഡിഗ്രി കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ ചിലപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചെറിയ ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ഏത് ഏജിലും ആർക്കും, സുപ്രീം കോടതി ജഡ്ജിന് വേണമെങ്കിലും വരാവുന്ന, സീനിയർ IAS ഉദ്യോഗസ്ഥനും വരാവുന്ന അസുഖമാണ്. ആങ്സൈറ്റി, ബൈപോളർ ഡിസോർഡർ, PTSD, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. അത് ആക്ച്വലി ചിലപ്പോൾ നമുക്ക് ഈ ചുറ്റും സാഹചര്യങ്ങളും കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ മെത്തേഡായിരിക്കും ദി ബെസ്റ്റ്. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഇൻറ്റേർണലി ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, ബോഡിക്കകത്തുണ്ട് ഇൻറ്റേർണലി ഉണ്ടാകുന്നതാണ്, തീർച്ചയായിട്ടും നമുക്കൊരു സൈക്കാട്രി, ചിലപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് നമ്മളൊരു സപ്ലിമെൻ്റൊക്കെ, ചെറിയ മെഡിസിനൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വിവരമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഒരുപാട് സിനിമാ താരങ്ങളും സീനിയർ ഓഫീഷ്യൽസിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ബ്രെയിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്, അതിപ്പോൾ അവർ അപ്പം തന്നെ അതിന് സൊല്യൂഷൻ കാണുമല്ലോ, അതും വെച്ചുകൊണ്ടിരുന്ന് സ്ട്രഗിൾ ചെയ്യുമല്ല. അതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, അക്കാഡമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ്,
ഇല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കൊക്കെ. മറ്റൊന്നാണ് നമുക്ക് ഗ്രീഫ് കൗൺസിലിംഗ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഒരു ബെറിയൂമെൻറ്റ് വീട്ടിലാരെങ്കിലും ലോസ് ആയി കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് കപ്പിളിൽ ഒരാളൊക്കെ ഇല്ലാതൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എടുക്കുന്ന ലൈഫ് ആഫ്റ്റർ ദാറ്റ് പർട്ടിക്കുലർ ലോസ് അതെങ്ങനെയാണെന്നുള്ളതാണ്. മറ്റൊന്നാണ് റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ്. അപ്പോൾ അതിൽ ചിലതിന് നമുക്ക് പിന്നെ ഈ റീഹാബിലിറ്റേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, അവരുടെ സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കും ഈ കൗൺസിലർ ഇത് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള. എല്ലാ കൗൺസിലേഴ്സിനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, ഫിസിക്കൽ ഓർ മെൻ്റൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള നമുക്ക് കോൺസിക്വൻസസ് ഉള്ളതിന് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിന് അവർക്ക് മാത്രം അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഗവൺമെൻറ് തന്നെ സർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രൈസിസ് കൗൺസിലിങ്ങിനകത്ത് നമുക്ക് ആ ക്രൈസിസിനകത്ത് എങ്ങനെയാണ് ഒരു ഇൻ്റർവെൻഷൻ, അത് ഷോർട്ട് ടേം ആയിട്ടായിരിക്കാം, ലോങ് ടേം ആയിരിക്കാം, അവർക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ, ഓരോ ട്രോമാറ്റിക് ഈവൻറ്റ് നടന്നു പോയതിൻ്റെ ആയിരിക്കാം, അക്യൂട്ട് മെൻ്റൽ ഹെൽത്ത് എപ്പിസോഡ് വന്നതിൻ്റെ പേരിലായിരിക്കാം. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ മറ്റൊന്നാണ് ട്രോമ കൗൺസിലിംഗ്. അപ്പോൾ അവർക്കൊരു പ്രത്യേക ട്രോമയുണ്ടായി, ഒരു വലിയ പ്രശ്നമുണ്ടായി, അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, അപ്പോൾ പിന്നെ അബ്യൂസ് ഉണ്ടായി, അപ്പോൾ ഒരു അതിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ വയലൻസിൽ നിന്നുള്ള സർവൈവേഴ്സാണ്, ഡിസാസ്റ്റർ, ഇങ്ങനെയുള്ളതിൽ നിന്ന് ഉള്ള സർവൈവേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് സെക്ഷൽ ഹെൽത്ത് കൗൺസിലിംഗ്. അപ്പോൾ അത് മെയിനായിട്ടും സെക്ഷൽ ഹെൽത്തുമായിട്ട്, സെക്ഷൽ ഓറിയൻറ്റേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി, സെക്ഷൽ ഫങ്ഷനിങ് ആൻഡ് ഇൻറ്റിമസി. അപ്പോൾ നമുക്കതൊരു കൗൺസിലിങ്ങിൽ കൂടെ പോകാം. ചിലപ്പം ചില കേസിനകത്ത് നമുക്കത് പിന്നെ ഒരു പക്ഷേ സെക്സ് തെറാപ്പിയിലേക്ക് ഇത് കൊണ്ടിട്ട്, അപ്പോൾ സെക്സ് തെറാപ്പിക്ക് വേണ്ടി പ്രത്യേകം ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഞാൻ തന്നെ അങ്ങനെ ഒരു ടീമിനെ ഇപ്പം ട്രെയിനിങ് കൊടുക്കാനായിട്ട് പോവുക, കാരണം നമ്മുടെ കേരള സൊസൈറ്റിയിൽ അങ്ങനെ അത്യാവശ്യം ഉള്ളതുകൊണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു കൗൺസിലിംഗാണ് ജീറിയാട്രിക് കൗൺസിലിംഗ്. പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അവർക്ക് വേണ്ടി മാത്രം യൂണീക്കായിട്ടുള്ള ഓൾഡർ അഡൽട്ടിന് വേണ്ടിയിട്ട്, ഏജിങ്, ഇപ്പോൾ ലോസ്, അവരുടെ റിട്ടയർമെൻറ്റ്, ഹെൽത്ത് കൺസേൺസ്, എൽഡർലി പോപ്പുലേഷന് വേണ്ടി മാത്രമുള്ള അവരുടെ ജീവിതത്തിനുള്ള മീൻസ് കണ്ടെത്തുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് സ്പിരിച്വൽ കൗൺസിലിംഗ്. അപ്പോൾ സ്പിരിച്വൽ കൗൺസിലിങ്ങിനകത്ത് നമുക്ക് ചിലപ്പം ഒരുപാട് തെറ്റിദ്ധാരണകൾ നടക്കുന്ന ആൾക്കാർ കാണും. റിയൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒരു സ്പിരിച്വൽ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ മാത്രം നിൽക്കുന്ന ആൾക്കാർ, ന്യൂട്രൽ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ആവശ്യമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഇതിനകത്ത് അവരുടെ ബിലീഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരും. ഇനി അതുപോലെ തന്നെ മറ്റൊരിതാണ് നമുക്ക് ടെലിതെറാപ്പി ഓർ ഓൺലൈൻ കൗൺസിലിംഗ്. അപ്പോൾ അതിന് നമുക്ക് ഉള്ള റെഗുലേഷൻസൊക്കെ നമ്മൾ പാലിച്ച് വേണം പോകാനായിട്ട്, കൗൺസിലിംഗ് സർവീസ് ബൈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിപ്പം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആക്സസബിലിറ്റി അത് നമുക്ക് ഓവർസീസും കിട്ടാനുണ്ട്. നമുക്കൊരു പ്രത്യേകത, കേരളത്തിൽ നമുക്ക് നമ്മുടെ ആൾക്കാർ ലോകമെമ്പാടും ഉള്ളതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കത്തില്ല. പ്രൊസീജിയർ കൂടുതലാണ്, മറ്റൊന്ന് ഹൈലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇങ്ങോട്ട് നമുക്ക് വരാറുണ്ട്. ഓക്കെ. മറ്റൊന്നാണ് ആർട്ട് തെറാപ്പി ഇല്ല ട്രാമ തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊന്നാണ് ഈ ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോൾ ആക്ച്വലി നമ്മുടെ ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതം മൊത്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ മൈൻഡ് എന്താണെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, മൈൻഡിനകത്ത് ഉള്ളതെന്താ, ഒരുപാട് പിക്ചേഴ്സാണ്. ചെറുപ്പം മുതൽ നമ്മൾ കണ്ടിട്ടുള്ള പിക്ചേഴ്സും ഇമേജസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോഷൻസുമാണ് നമ്മുടെ ഒരാളുടെ മൈൻഡിൽ. നല്ല പിക്ചേഴ്സാണ്, നല്ല പടങ്ങളാണ് ഉള്ളിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫായിരിക്കും. മോശം പടങ്ങളാണെങ്കിൽ അതുമായിട്ട് പലതും ട്രിഗർ ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിലെ ഒരു അംഗീകാരം കിട്ടാതെ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അക്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വളരെ കുറ്റപ്പെടുത്തി അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് ഡസൻസ് ഓഫ് ഇമോഷൻസ് എടുക്കാം. അതിൻ്റെ പേരിൽ ഒരുപാട് പെയിൻ അനുഭവിച്ച് ഇൻറ്റേർണലി ഒരു വൂണ്ട് സംഭവിച്ച ഒരു കുട്ടി വളർന്നു കഴിയുമ്പോൾ ആ വൂണ്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ വൂണ്ട് അയാൾ ബാക്കിയെല്ലാം സമാഹരിച്ചാലും എത്ര സ്വത്തുണ്ടാക്കിയാലും ഏത് പൊസിഷൻ നിന്നാലും ആ വൂണ്ട് അവിടെ തന്നെയുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു 3 വയസ്സിലോ 5 വയസ്സിലോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിപ്രൈവ് ചെയ്തിട്ടുണ്ട്, ആ ഡിപ്രൈവ് ചെയ്ത കാര്യം അയാളെ പെട്ടെന്ന് അന്ധനാക്കി കളയും. അയാൾ പെട്ടെന്ന് ആങ്കറും ഫ്രസ്ട്രേറ്റഡും, അയാളുടെ എല്ലാ ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ട പോലെ ചിലപ്പോൾ പോകാം.
അപ്പോൾ അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിൽ വീണ്ടും കുട്ടി പോയി അതിനെ അവിടെ നമുക്കൊരു റീഫ്രെയിം ചെയ്ത് ആ കുട്ടിയുടെ അകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഏജ് കൊണ്ട് നമ്മൾ ആ ഏജിൽ പോയി അറ്റ്ലീസ്റ്റ് 1-2-3 ദിവസമെങ്കിലും നമ്മൾ ആ ഏജിൽ ജീവിക്കണം. അത് കൂടുതലും ചെയ്യുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതൊരു വലിയ തെറാപ്പിയാണ്. 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന നമ്മളൊരു പീരിയോഡിക്കലായിട്ട് ലൈഫ് ലൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ജിജിയാണ് അത് ചെയ്യുന്നത്. അപ്പം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണത്. അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പി, സൗണ്ട് തെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനകത്തും ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഓർ സോഷ്യൽ നീഡ്സ് നമുക്ക് ഇത് സ്ട്രെസ് റിഡക്ഷനും മറ്റുമൊക്കെ ആയിട്ട് സോൾഫെജിയോ ആയിട്ടുള്ള സൗണ്ട്, ബൈന്യൂറൽ സൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹീലിങ്ങും മെമ്മറി എൻഹാൻസ്മെൻറ്റും ഇമോഷണൽ എക്സ്പ്രഷൻസും ഒക്കെയാണ്. ചിലതിനകത്ത് നമ്മൾ നരേറ്റീവ് തെറാപ്പി ഉണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റോറിയിലൂടെ മെറ്റഫേഴ്സ് ഒക്കെ ഉപയോഗിച്ച് തെറാപ്പിയിൽ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ കൂടുതലും പോസിറ്റീവ് ലൈറ്റിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട്. പിന്നെ മറ്റൊരു ഇതുണ്ട് ആനിമൽ അസിസ്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ പ്രധാനമായിട്ടും അത് തെറാപ്യൂട്ടിക് കോണ്ടസ്റ്റിൽ നമുക്ക് ഭയങ്കരമായ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ നേരിടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പട്ടിയെ വളർത്തുക, പൂച്ചയെ വളർത്തുക, അപ്പോൾ അങ്ങനെ ഇതിലൊക്കെ അതുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു സംഭവം കുറഞ്ഞു വരുന്ന കാണാം. അപ്പോൾ പിന്നെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവർക്ക് അത് വളരെ റിലീഫ് കിട്ടുന്ന കാണാം. പിന്നെ മറ്റൊന്നാണ് എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ്. അപ്പോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസുമായിട്ട് സെർച്ച് ഫോർ മീനിങ്, അവർ പലപ്പോഴും ഡീലിംഗ് വിത്ത് ആങ്സൈറ്റി, മൊർട്ടാലിറ്റി. അപ്പോൾ അവർക്കൊരു ഓതൻറ്റിക് ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി ഉണ്ട്, SFBT എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അവരുടെ സൊല്യൂഷൻസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. അപ്പോൾ ഇപ്പോൾ ഇനി അവർക്ക് എന്തൊക്കെയാണ് ഈ ഇതിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അവർക്ക് റെസൊല്യൂഷൻസ് എടുക്കേണ്ടത്, ഫ്യൂച്ചർ പ്രോബ്ലംസ് വരാനുണ്ടെങ്കിൽ അതിന് പരിഹാരം ഇപ്പോഴേ കണ്ടുവെക്കുന്നതിനാണ്. ചിലത് നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ കൗൺസിലിംഗ് വരാറുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അനോറക്സിയ, കഴിക്കത്തേയില്ല, ബുലിമിയ, ചിലപ്പോൾ കഴിച്ചോണ്ടേയിരിക്കും. ഇങ്ങനെ വരുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ആ ഒരു അൺസർട്ടനിറ്റി ഉള്ളപ്പോഴെല്ലാം ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് വരും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഇപ്പോൾ ന്യൂട്രീഷനും പിന്നെ സൈക്കോളജിക്കൽ തെറാപ്പിയെല്ലാം അവിടെ കമ്പൈൻ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ആങ്കർ മാനേജ്മെൻറ്റ് കൗൺസിലിംഗ്, അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി വരിക. പിന്നെ സ്ലീപ്പ് ഡിസോർഡർ കൗൺസിലിംഗ് ഉണ്ട്. അപ്പം സ്ലീപ്പിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇൻസോമാനിയ വരുന്നു കഴിഞ്ഞാൽ, അപ്പോൾ സ്ലീപ്പ് അപ്നിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടുകൊണ്ട്. പിന്നെ ഒരു LGBTQ കൗൺസിലിംഗ്, അത് വളരെ നമുക്ക് സൊസൈറ്റി വളരെ അത്യാവശ്യമുള്ളതാണ്. വളരെ കമ്പാഷനോട് കൂടി നമ്മൾ ചെയ്യേണ്ടതും ആൻസർ കൊടുക്കേണ്ടതും സൊസൈറ്റിയുടെ ഒരുപാട് ഹെൽപ്പ് അർഹിക്കുന്ന കൂട്ടരാണ്. ജെൻഡർ ഐഡൻറ്റിറ്റിയും ഡിസ്ക്രിമിനേഷനും റിലേഷൻഷിപ്പ് ഡൈനാമിക്സും പിന്നെ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് പോലും ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി കൗൺസിലിംഗ്. ഡിസേബിളായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ആംബ്യൂട്ടേഷനൊക്കെ ശേഷം അത് വേണ്ടി വരും. ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ അത് ഡിസബിലിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഡിസബിലിറ്റിയിൽ നമ്മൾ കൊടുക്കേണ്ട അഡ്വക്കസി എന്താണ്, സപ്പോർട്ട് സർവീസസ് കൊടുക്കേണ്ടത്. പിന്നെ ന്യൂറോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ വേറൊരു ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി. പിന്നെ സ്കൂൾ കൗൺസിലിംഗ് വളരെ ഇപ്പോൾ അത്യാവശ്യമുള്ള അഡോൾസൻസിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ സ്കൂളിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പല സ്കൂളിലും ആളെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഈ ബുള്ളിങ്ങും റിലേഷൻഷിപ്പ് സ്ട്രെസ്സും ഈ ടീൻസിന് അവരുടേതായ വളരെ സിവിയർ പ്രോബ്ലംസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിംഗ്, നമുക്ക് പ്രൊഫഷണൽ സ്പോർട്സിന് പോകുന്ന അവർക്ക് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഡിമാൻഡ് പലപ്പോഴും വരും. അപ്പോൾ അങ്ങനത്തെ നമുക്ക്. അതുപോലെ തന്നെ അഡോപ്ഷൻ കൗൺസിലിംഗ്, അതിനകത്തും പാരൻസിന് അതിന് മുമ്പ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പലപ്പോഴും കൗൺസിലിംഗ് വേണ്ടിയിരിക്കുന്നു. പിന്നെ ക്രോണിക് ഇൽനെസ് കൗൺസിലിംഗ്, തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ രോഗങ്ങൾ ഒന്ന് വിട്ട് വീണ്ടും ഡയബറ്റീസ്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഡെറ്റ് കൗൺസിലിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് ഡെറ്റ് ട്രാപ്പിലേക്ക് വീണ്ടും അവർക്ക് നല്ല ഗൈഡൻസ് വേണ്ടിയിരിക്കുന്നു. ഭയങ്കര സ്ട്രഗിളിലായിരിക്കും, ഫൈനാൻഷ്യൽ ഡെറ്റ് ആയിരിക്കും ഇങ്ങനെ കയറി. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് തന്നെ അവർക്ക് വേണം. അപ്പോൾ ഒരു ബഡ്ജറ്റിംഗ്, അപ്പോൾ മാനേജിങ് ഫിനാൻസസ്,
എക്സ്പ്ലോർ ഡെപ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ഇതൊക്കെ ഉൾപ്പെടെയുള്ളത് വേണം കൊടുക്കാനായിട്ട്. പിന്നെ മറ്റേതുണ്ട് നമുക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സ് കൗൺസിലിംഗ് വരുന്നുണ്ട്. ഡിവോഴ്സിന് തൊട്ട് മുമ്പായിരിക്കാം, അതിന് ശേഷം വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും അതിനകത്തൊക്കെ കോൺഫ്ലിക്റ്റും ഇഞ്ചുറീസും മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ എൽഡർ കെയർ കൗൺസിലിംഗ് പലപ്പോഴും ആവശ്യമായിട്ട് വരും. ഹെൽത്ത് കെയർ ഏരിയയിൽ തന്നെ അവരുടെ കെയറും ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ബെറ്ററായിട്ട് ഓഗ്മെൻറ്റ് ചെയ്യാനായിട്ട്, നല്ല അറേഞ്ച്മെൻറ്റ് ചെയ്യാനും, പലപ്പോഴും അതുമായിട്ട് അവർ കോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ചില ആൾക്കാർക്ക് ഫെർട്ടിലിറ്റി കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കപ്പിളിന് പലപ്പോഴും ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ IVF പോലുള്ളതോ അഡോപ്ഷൻ പോലുള്ളതോ അല്ലാത്ത ചിലപ്പോൾ നല്ല അവർ നമ്മുടെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോഴായിരിക്കും അവിടെ ഒരു കറക്റ്റായിട്ട് ആൻസർ ഉള്ളത്. പിന്നെ അടുത്ത കൾച്ചറൽ കൗൺസിലിംഗ് നമുക്ക് പ്രത്യേകിച്ച് കേരളം ലോകം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നാടായിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ നമുക്ക് വരാവുന്ന ഇതുണ്ട്. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ് കൗൺസിൽ, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഒരുപാട് കാലത്തേക്ക് വരുവാണെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതുള്ളത്. പിന്നെ പേരൻറ്റിങ് കൗൺസിലിംഗ്, ചിലപ്പോൾ പേരൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലപ്പോൾ ചില ഇതായിരിക്കും കുട്ടികളെ ഭയങ്കര ആഘാതമുണ്ടായി ചിലപ്പോൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം കൗൺസിലിംഗ്, നമുക്ക് ചൈൽഡ് ബർത്തിന് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇമോഷണൽ ട്രോമ, അപ്പം അതുമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഒരുപാട് വരാറുണ്ട്. സെക്സ് തെറാപ്പി ആസച്ച് ഒത്തിരി വരാറുണ്ട്. സൂയിസൈഡ് പ്രിവെൻഷൻ കൗൺസിലിംഗ് അത് വരാറുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ കൗൺസിലിംഗ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോഗ്നേറ്റീവ് ബിഹേവിയർ കൗൺസിലിംഗ് ആണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനമായിട്ട്. പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD ആയിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഇതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇതല്ലാതെ ഒരുപാട് കൗൺസിലിംഗ് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ലൈഫ് ലൈനിൽ കിട്ടുക. ലൈഫ് ലൈൻ സെൻറ്റേഴ്സിലാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂമിലും മറ്റ് ഇതായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്ലോബലി വരുന്ന ആൾക്കാർക്കും ഇവിടെ ഇതുണ്ടാകും. നേരത്തെ നമ്മൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ആ സമയം, കാരണം എപ്പോഴും നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പം അത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതിൽ വാട്സപ്പ് അയച്ചാലും മതി, തിരിച്ചൊരു കോള് കിട്ടുകയോ തിരിച്ച് വാട്സപ്പ് കിട്ടുമായിരിക്കും ചെയ്യുന്നത്. കൗൺസിലർ തന്നെ ഒന്നിന് ശേഷമായിരിക്കും. അപ്പോൾ വാട്സപ്പ് അയക്കുമായിരിക്കും നമ്പർ കിട്ടുന്നത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ഒരു മെൻ്റൽ വെൽനെസ്സിലേക്ക് പോകാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.